കോർഡിനേറ്റ് ചാപ്റ്ററിൽ ഉറപ്പായി ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ് ഞാൻ കാണിച്ചു തരാൻ വന്നത്. ഓർ റെക്ടാങ്കിൾസ് ചതുരം തരും ആൻഡ് നിങ്ങൾക്ക് രണ്ടറ്റത്തിന്റെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തരും, ബാക്കി രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരും. ഉറപ്പായിട്ട് വരും മക്കളെ. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണണം ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ ഷെയർ ബട്ടനൊക്കെ ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ അടുത്തത് ഏത് വീഡിയോ വേണമെന്നും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എക്സ്ട്രാ വീഡിയോസ് കുറേ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എക്സാമിനർ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കൂടുതൽ മാത്സ് ചോദ്യം, കെമിസ്ട്രി, ഫിസിക്സും ബയോളജി ഒക്കെ അവിടെ ഉണ്ടാവും, സോഷ്യൽ ഇൻക്ലൂഡഡ്. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. പിന്നെ മക്കളെ മറക്കരുത്, എല്ലാ ദിവസവും 7:30 ലൈവ് ഉണ്ട്. അനിൽ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ലക്ഷ്യ ബാച്ച് ജോയിൻ ചെയ്യാൻ 299 ആണ് ഫീസ്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു റെക്ടാങ്കിൾ. ഇനി നമ്മൾ ഈ തരുന്ന ഈ ക്വസ്റ്റ്യൻസിലൊക്കെ തരുന്ന ഈ റെക്ടാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇതെന്താണ് മക്കളെ? നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. നമ്മുടെ ഈ തരുന്ന റെക്ടാങ്കിൾ എപ്പോഴും ഈ എക്സും വൈ ആക്സിസിനോടും പാരലലായിരിക്കും, സമാന്തരമായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഈ റെക്ടാങ്കിൾ ഇങ്ങനെ ആയിക്കൂടെ? ഇങ്ങനെ ആവാം. പക്ഷേ എക്സാമിന് തരുന്ന ആൾക്കാർ എപ്പോഴും എന്താണ്? ഈ എക്സും വൈ ആക്സിസിനോട് അതിനോട് ചേർന്നിരിക്കുന്നത് അതേ ആംഗിളിലുള്ള സംഭവമായിരിക്കും. ഓക്കെ, അത് എപ്പോഴും എക്സാം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ വരച്ചതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് അത്ര തോന്നുന്നുണ്ടാവില്ല റെക്ടാങ്കിൾ സമാന്തരമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വരച്ച അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവും, ഏകദേശം സെയിം അല്ലേ? ബേസ് സെയിം, ഇതും സെയിം പാരലായിരിക്കും. ഈ ട്രിക്ക് ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് എ തന്നിട്ടുണ്ട് 3, 9 സി തന്നിട്ടുണ്ട് 8, 12 ഓപ്പോസിറ്റ് ആയ ആൾക്കാർ എപ്പോഴും തരിക കേട്ടോ. ഇനി ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് 2 ഓപ്പോസിറ്റ് വെർട്ടീസസ് ഓഫ് എ റെക്ടാങ്കിൾ. നോക്കിയേ, whose sides are parallel to the coordinate axis. ഈ വശങ്ങൾ, സൈഡുകൾ കോർഡിനേറ്റ് എക്സ് ആക്സിസും വൈ ആക്സിസിനോടും പാരലൽ ആണെന്ന് പറഞ്ഞു. അവിടെയാണ് ട്രിക്ക്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 2 വെർട്ടിസസ്, ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്. അപ്പോൾ നമ്മൾ അടുത്ത 2 ആൾക്കാരെയും കണ്ടുപിടിക്കണം, നീളം, ദൂരം, അകലമൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിയ ഡയഗ്രാം തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് മക്കളെ. 2 ട്രിക്കിൽ ഞാൻ പറഞ്ഞുതരാം. എക്സ് നമ്പർ, വൈ നമ്പർ നിങ്ങൾക്കറിയാലോ. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറാണ്, വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്. ഓക്കെ, എക്സ് നമ്പറിനെ നിങ്ങൾക്ക് മുകളിലേക്കും താഴേക്കും പൊക്കി കളിക്കാം. ഓക്കെ, ഒരു കുഴപ്പമില്ല, മുകളിലേക്കും താഴേക്കും പൊക്കാം. വൈ നമ്പർ നിങ്ങൾക്ക് സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അതേപോലെ ഈ ട്രിക്ക് അല്ലാണ്ട് മറ്റേ ട്രിക്കും വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എക്സ് നമ്പർ നമുക്ക് പൊക്കാൻ താത്താൻ ഒരു പ്രശ്നം. അപ്പോൾ ആദ്യത്തെ നമ്പർ ഞാൻ പൊക്കി ഇങ്ങോട്ടേക്ക് ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടി? 3, എന്തോ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ നമ്പർ എക്സിനെ ഞാൻ താഴേക്കാക്കി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ 8, എന്തോ, ഇവിടെ 12 കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് നമ്പറിനെ മുകളിലേക്കും താഴേക്കും ആക്കി. വൈ നമ്പർ, രണ്ടാമത്തെ നമ്പറിനെ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കി. അപ്പം ഈ 9 എനിക്ക് മേലേക്കും താഴേക്കും പറ്റില്ല, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ 9 കൊണ്ട് ഇട്ടു. അതേപോലെ തന്നെ ഇവിടുത്തെ 12 എന്നുള്ള നമ്പർ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പം രണ്ടാമത്തെ നമ്പർ ലെഫ്റ്റ് റൈറ്റിലേക്ക് നീക്കിയാലും കുഴപ്പമില്ല, ഫസ്റ്റ് നമ്പർ മുകളിലേക്കും താഴേക്കും പോയാൽ പ്രശ്നമില്ല. എക്സിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും ആക്കാം, വൈ നമ്പറിനെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കാം. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് ട്രിക്കാണ് ഇഷ്ടമെന്ന്. സെക്കൻഡ് ട്രിക്കിലേക്ക് വരാം. സെക്കൻഡ് ട്രിക്ക് ഇങ്ങനെ എക്സ് വൈ അങ്ങനത്തെ കുറച്ച് ഉടായ്പ ട്രിക്ക് അല്ല, പക്ഷെ വേറെ നല്ല രീതിയിൽ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണല്ലോ എക്സ് ആക്സിസ്, ഇതാണല്ലോ വൈ ആക്സിസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി ഞാനിവിടെ എ എന്നുള്ള പോയിന്റിനെ താഴേക്ക് വരയ്ക്കാം. ഇതെന്താണ് മക്കളെ? എക്സ് ആക്സിസിലേക്കുള്ള ദൂരം അല്ലേ? ഇവിടെ ഒറിജിൻ നിന്ന് എക്സിലേക്ക് എത്ര ദൂരം? ഈ നമ്പർ 3. ഓക്കെ, ആൻഡ് ഇതെന്താ? 9 എന്ന് പറയുന്ന നമ്പർ ഇതിൻ്റെ ഹൈറ്റ് എത്ര പൊങ്ങിയിട്ടാണ്? വൈ നമ്പറാണ്. അപ്പോൾ 9. ഓക്കെ, 3 ഇവിടെ വരും, 9 ഇവിടെ വരും. അതാണ് 3,9. അതേപോലെ ഇവിടെ വന്നേ, ബീനെ പറ്റി എനിക്കറിയില്ല, പക്ഷേ ഈ പോയിന്റ് ഉണ്ട് സീൻ്റെ 8 എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്പറാണ്. ഓക്കെ, ഈ നമ്പർ ഇവിടെ എത്തി. അതേപോലെ ഈ 12 എന്ന് പറയുന്നത് എത്രയാണ്? ഈ വൈ നമ്പർ, വൈ. ഓക്കെ, 12. അപ്പോൾ നമുക്ക് 3, 9, 8, 12 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം വളരെ സിമ്പിളായിട്ട്. ബി എന്ന് പറയുന്നത്, ബിൻ്റെ എക്സ് നമ്പർ എന്താ? എക്സ് ആക്സിസിൽ വരുന്നത് 8 ആണ് അല്ലേ? 8. ആൻഡ് അതേപോലെ വൈ നമ്പർ എന്താണ്? വൈ നമ്പർ എന്ന് പറയുമ്പോൾ 9. അപ്പം 8,9 കിട്ടി. അപ്പം 8 റൈറ്റിലേക്ക് പോയി 9ാമത്തെ ഫ്ലോർ, 8ാമത്തെ ബിൽഡിംഗ് 9ാമത്തെ ഫ്ലോർ. അതേപോലെ നോക്കി ഈ നമ്പറോ, ഇയാളോ ഡി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എന്താണ്? അത് ആദ്യം 12 ആണോ എഴുതുക? അല്ല, ആദ്യം എക്സ് ആക്സിസിൽ നമ്പർ 3 എഴുതി. ഇനി അതേപോലെ തന്നെ എത്രാമത്തെ ഫ്ലോറാ? 9th ഫ്ലോർ ആണ്. അല്ല, 9th കഴിഞ്ഞ 12 എത്തി. അപ്പോൾ 12th ഫ്ലോർ 3,12. ഇത് 3,12, അത് 8,9. അത് എഴുതി വെച്ച് മാർക്ക് കിട്ടി. ഏത് ട്രിക്ക് ഉപയോഗിച്ചാലും സെയിം ആൻസർ കിട്ടും, കറക്റ്റ് ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മാർക്ക് കിട്ടി.
ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 വെർട്ടീസസ് കഴിഞ്ഞു. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിലെ സൈഡുകളുടെ നീളം കണ്ടുപിടിക്കണം. മക്കളെ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3, 9ഉം 8, 9ഉം നിങ്ങൾ നോക്കിയ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ചെറിയ ഡയഗ്രാം എടുക്കാം, അല്ലെങ്കിൽ പണി സിമ്പിളാവും. ഓക്കെ, 3, 9ഉം 8, 9ഉം. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ രണ്ടാമത്തെ നമ്പർ y സെയിം അല്ലേ? y സെയിം ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ദൂരത്തിൻ്റെ വ്യത്യാസം എന്താണ്? എക്സുകളുടെ വ്യത്യാസമാണ്. y സെയിം ആണെങ്കിൽ എക്സിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പം നോക്കിയേ, അപ്പോൾ y സെയിം ആണ്, ഇവരുടെ ഡിഫറൻസ് എന്താണ്? x1 - x2 മോഡ് ഉണ്ട് കേട്ടോ, മോഡ്. അപ്പം നോക്കിയേ, 3 - 8 മോഡ് ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ എനിക്ക് -5 കിട്ടി. -5 ദൂരം ആവാൻ പറ്റുമോ? ഇല്ല. പ്ലസ് ആക്കിയാൽ മതി, പരിപാടി കഴിഞ്ഞു. അതിനെ മോഡിട്ടെ. ഇതെത്രയാ? 5 ദൂരം. ഓക്കെ, 5. ഓക്കെ, ഇനി അതേപോലെ തന്നെ മുകളിലേക്ക് 3, 12ഉം 8, 12ഉം. ഓക്കെ, ഇവിടെ 3, 12ഉം 8, 12ഉം. അപ്പം നമുക്ക് മുകളിലേക്കുള്ള വീതി കണ്ടുപിടിക്കാം. ഇതെത്രയാണ്? ഇവിടെ എക്സ് സെയിം. മക്കൾ നോക്കിയേ, 3ഉം 3ഉം സെയിം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വൈകൾ തമ്മിലുള്ള വ്യത്യാസം. എക്സ് സെയിം ആണെങ്കിൽ വൈകൾ തമ്മിലുള്ള വ്യത്യാസം അത് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? ഇവിടെ y സെയിം അല്ലേ? സോറി, ഇവിടെ y സെയിം ആണ്. അപ്പോൾ എക്സ് തമ്മിലുള്ള വ്യത്യാസം 12ഉം 9 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ഡിസ്റ്റൻസ്. 12 - 9 മോഡ്. അപ്പോൾ എത്ര വരിക? മോഡ് എത്ര? 3. മോഡ് 3 പോസിറ്റീവ് ആയതുകൊണ്ട് 3 തന്നെ വരും. അപ്പം 3 ആണ് ഇങ്ങോട്ടുള്ള ദൂരം, ഇതാണ് 5 ആണ്. അപ്പോൾ 5ഉം 3 ആണ് നീളം, വീതി. കഴിഞ്ഞു. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ തരാണ് മക്കളെ. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മോഡൽ 2020 6 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ മോഡൽ 2023 ചോദിച്ചിട്ടുണ്ട്, സെയിം ടൈപ്പ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുക. സിമ്പിൾ ട്രിക്ക് ഉപയോഗിക്കുക. A 3,1 ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എഴുതിരാം. 3,1 ഉണ്ട്. ഇവിടെ C 7,4 ഉണ്ട്. അങ്ങനെയാണ് ബിയും ഡിയും കറക്റ്റ്. ബിയും ഡിയും എന്താണെന്ന് പറഞ്ഞ് എഴുതുക. അതേപോലെ ഡയഗണലിൻ്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എക്സാമിനർ ടിപ്സ് ആൻഡ് ട്രിക്സ് മറക്കരുത്. സീ യു ഇൻ ദാറ്റ് ചാനൽ.